ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് രഞ്ജിത്ത്. പ്രധാന വാർത്തകൾ. ദേശീയ കായിക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിച്ചു. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന, ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി എന്നിവർക്ക് മലയാളി അത്ലറ്റ് എം ശ്രീശങ്കറിന് അർജുന അവാർഡ്. വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഗാന്ധിനഗറിൽ ലോക നേതാക്കളുമായും വിവിധ ആഗോള കമ്പനികളുടെ മേധാവികളുമായും കൂടിക്കാഴ്ച നടത്തി. രാജ്യത്തിന്റെ സമ്പന്നമായ പൈതൃകം സംരക്ഷിക്കുന്നതിലും ആഗോള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലും ഇന്ത്യൻ പ്രവാസികളുടെ സമർപ്പണം ശ്ലാഘനീയമാണെന്ന് പ്രവാസി ഭാരതീയ ദിവസ് ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി. വ്യവസായത്തിന്റെ ലക്ഷ്യം ലാഭം മാത്രമല്ല, സാമൂഹിക പുരോഗതി കൂടിയാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വികസിത് ഭാരത് സങ്കല്പ യാത്ര സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നു. നവകേരള സദസ്സിൽ ലഭിച്ച നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള വകുപ്പ് തല അവലോകന യോഗങ്ങൾ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ നിർണായകമായ 3-ാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ദേശീയ കായിക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ ബാഡ്മിന്റൺ താരങ്ങളായ ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി എന്നിവർക്ക് രാജ്യത്തെ പരമോന്നത കായിക ബഹുമതിയായ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നൽകി ആദരിച്ചു. 26 കായിക താരങ്ങൾ അർജുന അവാർഡുകൾ ഏറ്റുവാങ്ങി. 8 പരിശീലകർക്ക് ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചു. മലയാളി അത്ലറ്റ് എം ശ്രീശങ്കർ, ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമി, ഹോക്കി താരങ്ങളായ കൃഷൻ ബഹദൂർ പഥക്, പി സുശീല ചാനു, ചെസ് താരം ആർ വൈശാലി എന്നിവർ അർജുന അവാർഡ് നേടിയവരിൽ ഉൾപ്പെടുന്നു. ഹോക്കി പരിശീലകൻ ശിവേന്ദ്ര സിംഗ്, റെസ്ലിംഗ് പരിശീലകൻ ലളിത് കുമാർ, ചെസ് പരിശീലകൻ ആർ ബി രമേശ് എന്നിവർ ദ്രോണാചാര്യ അവാർഡ് നേടി. ആജീവനാന്ത നേട്ടങ്ങൾക്കുള്ള ധ്യാൻചന്ദ് പുരസ്കാരം ബാഡ്മിന്റണിൽ മഞ്ജുഷ കൻവാറിനും ഹോക്കിയിൽ വിനീത് കുമാർ ശർമ്മയ്ക്കും കബഡിയിൽ കവിത സെൽവരാജിനും ലഭിച്ചു. ബംഗളൂരു ജെയിൻ ഡീംഡ് യൂണിവേഴ്സിറ്റിയും ഒഡീഷ മൈനിംഗ് കോർപ്പറേഷനും രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം നേടി. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെത്തി. 2024 വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഗാന്ധിനഗറിലെ മഹാത്മാ മന്ദിറിൽ പ്രധാനമന്ത്രി ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുകയാണ്. ഓസ്ട്രേലിയയിലെ ഡ്യൂക്വിൻ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ലിയൻ മാർട്ടിൻ, ദുബായ് പോർട്ട് വേൾഡ് CEO സുൽത്താൻ അഹമ്മദ് ബിൻ സുലായം, ജപ്പാനിലെ സുസുക്കി മോട്ടോഴ്സ് പ്രസിഡന്റ് തോഷിഹിരോ സുസുക്കി എന്നിവരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വൈബ്രന്റ് ഗുജറാത്ത് ട്രേഡ് ഷോ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. നാളെ പ്രധാനമന്ത്രി ത്രിദിന വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ ഉച്ചകോടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. പ്രവാസി ഭാരതീയ ദിവസ് ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ പ്രവാസികളുടെ സംഭാവനകളും നേട്ടങ്ങളും ആഘോഷിക്കാനുള്ള ദിനമാണിതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ സമ്പന്നമായ പൈതൃകം സംരക്ഷിക്കുന്നതിനും ആഗോള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള ഇന്ത്യൻ പ്രവാസികളുടെ സമർപ്പണം ശ്ലാഘനീയമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രവാസികൾ ഇന്ത്യയുടെ ആത്മാവിനെ ഉൾക്കൊള്ളുന്നതായും ഏകത്വത്തിന്റെയും നാനാത്വത്തിന്റെയും ബോധം വളർത്തിയെടുക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രവാസി ഭാരതീയ ദിവസിൽ ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ പ്രവാസികൾക്ക് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ആശംസകൾ നേർന്നു. പ്രവാസികളുടെ നേട്ടങ്ങളിൽ രാഷ്ട്രം അഭിമാനിക്കുന്നുവെന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ പ്രവാസി ഭാരതീയ ദിവസിൽ ആശംസകൾ നേർന്നു. ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിലും അഭിവൃദ്ധിയിലും പ്രവാസി സമൂഹം നിർണായക പങ്ക് വഹിച്ചതായി ശ്രീ ഠാക്കൂർ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. വ്യവസായത്തിന്റെ ലക്ഷ്യം ലാഭം മാത്രമല്ല, സാമൂഹിക പുരോഗതി കൂടിയാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇടുക്കി ജില്ലാ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ക്ഷേമ പദ്ധതിയായ കാരുണ്യത്തിന്റെ ഉദ്ഘാടനം തൊടുപുഴയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. വ്യാപാരികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ക്ഷേമങ്ങൾ ഉറപ്പാക്കുന്നതിനും നടപ്പാക്കുന്ന പദ്ധതികൾ മാതൃകാപരമാണെന്ന് ഗവർണർ പറഞ്ഞു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടപ്പാക്കുന്ന ക്ഷേമ പദ്ധതിയായ കാരുണ്യത്തിലൂടെ നിരവധി ആളുകൾക്ക് സഹായം ചെയ്യാനാകും. വ്യവസായത്തിന്റെ ലക്ഷ്യം ലാഭം മാത്രമല്ല, സാമൂഹിക പുരോഗതി കൂടിയാണെന്ന് ഇത്തരം പദ്ധതികൾ നടപ്പാക്കുന്നതിലൂടെ വ്യക്തമാകുന്നതായും ഗവർണർ പറഞ്ഞു. തൊടുപുഴ മർച്ചന്റ് ട്രസ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ 900-ലധികം അംഗങ്ങൾ പങ്കെടുത്തു. ഗവർണർ ഇടുക്കിയിലെത്തുന്നതിൽ പ്രതിഷേധിച്ച് LDF ജില്ലാ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പരിപാടി നടന്നത്. ഗവർണറുടെ വാഹനവ്യൂഹം കടന്നുവന്ന റൂട്ടിൽ 4ഇടത്ത് SFI DYFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കരിങ്കൊടി പ്രതിഷേധം നടത്തിയിരുന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് തൊടുപുഴയിലും പരിസരങ്ങളിലും വൻ പോലീസ് സന്നാഹത്തെയാണ് വിന്യസിച്ചിരുന്നത്. നവകേരള സദസ്സിൽ ലഭിച്ച നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള വകുപ്പ് തല അവലോകന യോഗങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. തദ്ദേശ ഭരണം, എക്സൈസ്, മരാമത്ത്, വിനോദസഞ്ചാരം, ആരോഗ്യം, വനിതാ ശിശുവികസനം, ആയുഷ്, ഉന്നത വിദ്യാഭ്യാസം, സാമൂഹിക നീതി, കായികം, ന്യൂനപക്ഷ ക്ഷേമം, വഖഫ്, സാംസ്കാരികം, മത്സ്യബന്ധനം, യുവജനക്ഷേമം എന്നീ വകുപ്പുകളുടെ അവലോകനം ഇന്നലെ നടന്നു.
കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള വികസിത് ഭാരത് സങ്കല്പ യാത്ര ഇന്ന് കണ്ണൂർ ജില്ലയിലെ തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തിലും ചൊക്ലി പഞ്ചായത്തിലും പര്യടനം നടത്തും. മലപ്പുറം ജില്ലയിലെ ഒഴൂരിലും പൊന്മുണ്ടത്തും ഇന്ന് പര്യടനമുണ്ട്. എറണാകുളം ജില്ലയിൽ പാറക്കടവ്, ചെങ്ങമനാട് ഗ്രാമപഞ്ചായത്തുകളിലും യാത്ര നടത്തും. കോട്ടയം ജില്ലയിലെ വെച്ചൂർ പഞ്ചായത്തിൽ വികസിത് ഭാരത് സങ്കല്പ യാത്ര പര്യടനം തുടങ്ങി. പ്രശസ്ത കർഷകൻ വെങ്കടേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. SBI ചീഫ് മാനേജർ ഉഷാകുമാരി അധ്യക്ഷയായി. പ്രമുഖ കർഷകരായ സുരേഷ് ബാബു, നാരായണൻ, വിഷ്ണു, അരുൺ എന്നിവരെ ആദരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ മുദ്ര യോജന പ്രയോജനപ്പെടുത്തി നൂൽനൂൽപ്പ് പരിശീലന കേന്ദ്രവും തയ്യൽ മെഷീൻ വിപണന കേന്ദ്രവും ആരംഭിച്ച കൊല്ലം മേലില സ്വദേശി സുജിത് തന്റെ അനുഭവം ആകാശവാണി വാർത്തകളുമായി പങ്കുവയ്ക്കുന്നു. ഞാൻ ഗൾഫിൽ ഒരു 12 വർഷം ജോലി ചെയ്തിരുന്നു. ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് അങ്ങനെ നിന്നപ്പോഴാണ് IOB ബാങ്കുമായിട്ട് ബന്ധപ്പെടുന്നതും അവിടുത്തെ മാനേജറാണ് പറഞ്ഞത് പ്രൈം മിനിസ്റ്റർ മുദ്ര ലോൺ ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടി 10 ലക്ഷം രൂപ വരെ നമുക്ക് കിട്ടും, യാതൊരുവിധ ഈടുമില്ല എന്ന് ബാങ്ക് മാനേജർ പറയുകയും അത് പ്രകാരം ഞാൻ നോർക്ക റൂട്ട്സുമായി സബ്സിഡിക്ക് വേണ്ടി ബന്ധപ്പെടുകയും എനിക്ക് മുദ്ര ലോൺ അനുവദിച്ചു കിട്ടുകയും ഞാൻ തയ്യൽ മിഷന്റെ സെയിൽസ് ആൻഡ് സർവീസ് തുടങ്ങുകയും നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും കറക്റ്റായിട്ട് അടഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ജനുവരി 14 മുതൽ ഉത്തർപ്രദേശിലുടനീളം ഭജന പരിപാടികൾ ആരംഭിക്കും. ജനുവരി 22 ഭജൻ സന്ധ്യ സംഘടിപ്പിക്കും. അയോധ്യയിൽ പുതുതായി ഉദ്ഘാടനം ചെയ്ത മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം വാൽമീകി മഹർഷിയുടെ പ്രതിമ സ്ഥാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. മകരവിളക്ക് ദർശനത്തിനായുള്ള ക്രമീകരണങ്ങൾ സന്നിധാനത്ത് പുരോഗമിക്കുന്നു. ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ജനുവരി 13 വൈകുന്നേരം 5 പ്രാസാദ ശുദ്ധിക്രിയകൾ നടക്കും. അന്നേ ദിവസം വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത 80,000 പേർക്കാണ് ദർശനം. ജനുവരി 10 ശേഷം സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാവില്ല. ജനുവരി 15 മകരജ്യോതി ദർശനം. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ നിർണായകമായ 3-ാം മത്സരം ഇന്ന് വൈകിട്ട് 7 മുതൽ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ നടക്കും. ഇരു ടീമുകളും ഓരോ മത്സരം ജയിച്ചതോടെ പരമ്പര തുല്യനിലയിലാണ്. പത്തനംതിട്ട ജില്ലാ കഥകളി ക്ലബിന്റെ 17ാമത് കഥകളി മേളയുടെ ഉദ്ഘാടനം അയിരൂർ ചെറുകോൽപ്പുഴ ശ്രീ വിദ്യാധിരാജ നഗറിൽ മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. സംസ്കാരത്തിന്റെ ഭാഗമായി കഥകളിയെ കരുതുന്ന അയിരൂർക്കരയ്ക്ക് ലഭിച്ച ആദരവാണ് അയിരൂർ കഥകളി ഗ്രാമമെന്ന ഔദ്യോഗിക പ്രഖ്യാപനമെന്നും കല മനുഷ്യഹൃദയങ്ങളെ ആർദ്രമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും പങ്കാളിത്തത്തോടെ അയിരൂർ കഥകളി മ്യൂസിയം, തെക്കൻ കലാമണ്ഡലം എന്നിവയുടെ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി സാധ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. 7 നാൾ രാവും പകലും നടക്കുന്ന കഥകളി മഹോത്സവത്തിൽ എല്ലാ ദിവസവും വൈകിട്ട് 6:30 കഥകളി അവതരണം നടക്കും. ചടങ്ങിൽ കഥകളി ക്ലബിന്റെ 2023 നാട്യഭാരതി അവാർഡ് പ്രശസ്ത ചുട്ടി കലാകാരൻ കരിക്കകം ത്രിവിക്രമനും അയിരൂർ രാമൻപിള്ള അവാർഡ് കഥകളി നിരൂപകയും ഗ്രന്ഥകാരിയുമായ മിനി ബാനർജിക്കും നൽകി മന്ത്രി ആദരിച്ചു. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 622 പോയിന്റ് നേട്ടത്തിൽ 71,977ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 193 പോയിന്റ് നേട്ടത്തിൽ 21,795ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 80 രൂപ കുറഞ്ഞ് 46,160 രൂപയും ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 5,770 രൂപയുമാണ് ഇന്നത്തെ വില. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായി. പത്തനംതിട്ട അടൂരിലെ രാഹുലിന്റെ വീട്ടിലെത്തി തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിലാണ് നടപടി. പൊതുമുതൽ നശിപ്പിച്ചെന്നാരോപിച്ചാണ് കേസെടുത്തത്. അതിരാവിലെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജ്യദ്രോഹിയോ തീവ്രവാദിയോ അല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 6 വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നവന് രക്ഷപ്പെടാൻ വഴിയൊരുക്കിയ അതേ പോലീസും പാർട്ടിയും സർക്കാരുമാണ് മറുഭാഗത്ത് ഭരണകൂട ഭീകരതയുടെ വക്താക്കളാകുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. അറസ്റ്റിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ കായിക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിച്ചു. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന, ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി എന്നിവർക്ക് മലയാളി അത്ലറ്റ് M. ശ്രീശങ്കറിന് അർജുന അവാർഡ്. വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഗാന്ധിനഗറിൽ ലോക നേതാക്കളുമായും വിവിധ ആഗോള കമ്പനികളുടെ മേധാവികളുമായും കൂടിക്കാഴ്ച നടത്തി. രാജ്യത്തിന്റെ സമ്പന്നമായ പൈതൃകം സംരക്ഷിക്കുന്നതിലും ആഗോള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലും ഇന്ത്യൻ പ്രവാസികളുടെ സമർപ്പണം ശ്ലാഘനീയമാണെന്ന് പ്രവാസി ഭാരതീയ ദിവസ് ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി. വ്യവസായത്തിന്റെ ലക്ഷ്യം ലാഭം മാത്രമല്ല, സാമൂഹിക പുരോഗതി കൂടിയാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വികസിത് ഭാരത് സങ്കല്പ യാത്ര സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നു.
നവകേരള സദസ്സിൽ ലഭിച്ച നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള വകുപ്പ് തല അവലോകന യോഗങ്ങൾ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ നിർണായകമായ 3-ാം മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.